പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ താനൂർ പോലീസ് മുംബൈയിലെത്തി അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടികൾ പോയ ബ്യൂട്ടി പാർലറിലും മറ്റും പോലീസ് അന്വേഷണം നടത്തും. ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീയിൽ നിന്നും മലയാളി കൂട്ടായ്മ പ്രവർത്തകരിൽ നിന്നും മൊഴിയെടുക്കും. ഇതിനുശേഷം റിമാൻഡിലുള്ള അക്ബർ റഹീമിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. താനൂർ പോലീസിലെ 2 അംഗ സംഘമാണ് അന്വേഷണത്തിനായി മുംബൈയിലെത്തിയിട്ടുള്ളത്. താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പി സുകേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ ഷമീർ എന്നിവർ കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തി അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടികൾ ഹെയർ ട്രീറ്റ്മെന്റ് നടത്തിയ ബ്യൂട്ടി പാർലറിൽ സംഘം സന്ദർശനം നടത്തി. സലൂൺ നടത്തിപ്പുകാരുടെയും മലയാളി കൂട്ടായ്മ പ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം മുംബൈയിൽ തുടരുന്ന അന്വേഷണ സംഘം മറ്റന്നാൾ നാട്ടിലേക്ക് തിരിക്കും. മുംബൈയിൽ നിന്ന് ശേഖരിക്കുന്ന മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന അക്ബർ റഹീമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വിവിധ സംഘടനകളും ദുരൂഹതയുള്ളതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും പരിഗണിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് പോലീസ് സംഘത്തിന്റെ ലക്ഷ്യം. കുട്ടികൾ യാത്ര ചെയ്ത മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം. ഇവിടെ കുട്ടികൾക്ക് പ്രാദേശികമായി ആരെങ്കിലും സഹായം ചെയ്തോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ഇക്കാര്യത്തിൽ പലവിധ ചർച്ചകളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് സമഗ്രാന്വേഷണത്തിന് പോലീസ് തയ്യാറായത്. പെൺകുട്ടികൾ ഇപ്പോഴും സ്നേഹിത കെയർ ഹോമിൽ തുടരുകയാണ്. മുംബൈ യാത്രയിൽ കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. കേരള വിഷൻ, താനൂർ.